അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയുള്ളൊരു മുട്ടക്കറിയാണ്. ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൺസിനും ബിഗിനേഴ്സിനെല്ലാം ഏറ്റവും നല്ല ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടക്കറി. അപ്പോൾ നമ്മൾ ഒരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ കുറച്ച് എണ്ണ അധികം ആവശ്യമുണ്ട്. ഓയിൽ ഏത് സൺഫ്ലവർ ഓയിലാണെങ്കിലും അത് കുറച്ച് അധികം വേണം, കാരണം ഉള്ളി നന്നായി വഴന്ന് കിട്ടണം. അതിന് ശേഷം നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുക്കുക, അതും നന്നായി വഴറ്റിയെടുക്കുക. ഈ കറിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം വഴറ്റിയെടുക്കുക. പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു സ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് ഇതിനാവശ്യമുള്ളൂ. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ചൂടുവെള്ളം ഇല്ലാത്തൊരു പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നല്ലോണം വെന്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഈ കറിൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് നോക്കണം. കാരണം മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയാൽ ശരിയാവില്ല, മുട്ടയിൽ ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പ് നോക്കി എല്ലാം ശരിയാക്കി വെക്കുക. അതിനുശേഷം 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ആളെ ഉള്ളതുകൊണ്ട് 2 മുട്ട മാത്രം ഒഴിച്ചു കൊടുക്കുന്ന. നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ട കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുളകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ എരിവിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇത് മാത്രമാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഈസി റെസിപ്പീസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ പരിപ്പ് കറി, പിന്നെ ഈസിയായി ചെയ്യാവുന്ന ബീഫ് കറി എല്ലാം നമ്മളെ ചാനലിലുണ്ട്. വേണ്ടുന്നവർ പോയിട്ട് ചാനൽ നോക്കുക. ഓക്കെ, അതുപോലെ പ്രോൺ കറിയിൽ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോണിൻ്റെ റോസ്റ്റുകൾ, അതുപോലത്തെ സിമ്പിളായിട്ടുള്ള നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറേ വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ഈസിയുള്ള വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് മൈ ചാനൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.